ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനെ അവൻ്റെ ആദ്യ കാലം തുടങ്ങി നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും. അന്ന് തുടങ്ങി അവന് ഭയമുണ്ട്. ഭയം അവന് വിട്ടുമാറാതെ ഏതെങ്കിലും തരത്തിൽ അവന് ഭയമുണ്ടാകും. അപ്പോൾ ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവൻ അവനേക്കാളും ശക്തനായ ഒരു ദൈവത്തെ സങ്കല്പിച്ചു. അത് അങ്ങനെ അവൻ പ്രകൃതിയെ ആരാധിക്കുവാനും ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ ദൈവത്തെ സങ്കല്പിക്കുവാനും ആ രീതിയിൽ അവൻ ഒരുപാട് അതിൽ ലോകത്തിൻ്റെ ഏത് സ്ഥലങ്ങളിൽ മുക്കിലും മൂലയിലൊക്കെ നമ്മൾ അന്വേഷിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യൻ ഉണ്ടായ അന്ന് തുടങ്ങി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവൻ ചിന്തിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ അവന് ഈ ഒരു ഭയം എന്തിനെങ്കിലും കുറിച്ച് പല ഇപ്പം നമുക്ക് സാധാരണ രീതിയിൽ കൊച്ചു ജീവികളെ നമുക്ക് ഭയമാണ്. അതേപോലെ നമ്മൾക്ക് ഇരുട്ടിന് ഭയമാണ്. കുറച്ച് ശക്തിയുള്ളവന് നമുക്ക് ഭയമാണ്. അങ്ങനെ പല തലത്തിലും നമ്മളെ ഭയം നമുക്ക് ഉണ്ട്, നിരന്തരം ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു ഭയം ഇല്ലാതാക്കുക എന്നുള്ളത് അവൻ്റെ ആവശ്യമാണ്. അവൻ്റെ വിശ്വാസങ്ങളെയോ യുക്തിയെയോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം. അതിനെ മനസ്സിലാക്കി അതിനെ അതിവർത്തിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് വലിയ ചിന്തകന്മാരൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സ്വതന്ത്രമായ ആ ഒരു ചിന്തയിലേക്ക് അവർ കാലെടുത്ത് വച്ചിരുന്നു. അവരെത്തിച്ചേർന്ന അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് വരെ ആധുനിക സയൻസിന് പോലും എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പരിമിതിയും അതേപോലെ തന്നെ ഇത്രമാത്രം പല സാങ്കേതിക വിദ്യകൾ വികസിച്ചിട്ടും ഒന്നും അവന് ഈ മഹർഷി കണ്ടെത്തിയ സാക്ഷാത്കരിച്ച ആ ഒരു സത്യത്തെ അതിവർത്തിക്കുവാൻ, അല്ലെങ്കിൽ അതിന് പകരമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുണ്ട് എന്ന് കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. അത്രമാത്രം ഒരു തെളിഞ്ഞ ഒരു ചിന്ത ഈ ഭയത്തെ എങ്ങനെ അതിവർത്തിക്കാമെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ ഇതിനെ നോക്കുന്നത്, ഇതിനെ വേറൊരു രീതിയിലേക്ക്, മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇതിനെ അതിവർത്തിക്കുക എന്നുള്ളതല്ല, താൽക്കാലികമായിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴോ അത് പ്രശ്നത്തെ പരിഹരിക്കാൻ ഉതകുന്നതല്ല, മറിച്ച് പ്രശ്നം അതിസങ്കീർണമാകുകയാണ്. അപ്പോൾ ഈ ഭയത്തെ നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കാം, അതിവർത്തിക്കാം? നമ്മൾക്ക് അതിനെന്തെങ്കിലും രഹസ്യമായ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സൂത്രവിദ്യ ഉണ്ടോ എന്ന് പലരും ചോദിക്കാറ്. അതിനൊന്നും യാതൊരു സൂത്രവിദ്യകളുമില്ല. നമ്മളിതിനെ ഫേസ് ചെയ്തേ പറ്റൂ. പക്ഷെ നമുക്ക് നിരന്തരമായിട്ടുള്ള നിരീക്ഷണത്തിലൂടെ, ഒബ്സർവേഷനിലൂടെ എവിടെയാണ് നമ്മുടെ മനസ്സ് പതറിപ്പോകുന്നത്, ഭയപ്പെടുന്നത് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് തന്നെയാണ് ഇതിനെ അതിവർത്തിക്കുവാനുള്ള നമുക്ക് ഏറ്റവും അതിനുള്ള വിദ്യ. അപ്പോൾ ഭയമില്ലാതെ നമ്മൾക്കിവിടെ ഈ മനുഷ്യലോകത്ത് നമുക്ക് ജീവിക്കാൻ പറ്റണം. ഭയം പരിപൂർണമായി മാറിയാൽ നമുക്ക് ആനന്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സുഖത്തെ, ആനന്ദത്തെ തടസ്സപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭയത്തെ ഇല്ലായ്മ ചെയ്യുക. ഒരു ഭൗതികവാദി മറ്റുള്ളവരെ ഭയപ്പെടുത്തി പല കാര്യങ്ങളും ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും അവന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതേപോലെ തന്നെ ഈശ്വരവാദി. ആ ഈശ്വര ഉപാസനയിലൂടെ അവനും താൽക്കാലികമായിട്ടൊരു സുഖമാണ്. പക്ഷേ പ്രശ്നം അപ്പോഴും അവിടെ ബാക്കി നിൽക്കുകയാണ്. പ്രശ്നത്തെ നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ ഗുരു വിഭാവനം ചെയ്ത രീതിയിൽ ഓരോന്നതായി അവയവം പിരിച്ച് വേറാക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ. അഥവാ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുക്കണം. ഈ പ്രശ്നങ്ങൾ, മനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ ഒക്കെ നല്ല സൂക്ഷ്മമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്ത് ഇതിനെ അതിവർത്തിക്കാനായിട്ട് സാധിക്കണം. ഏവർക്കും അപ്രകാരം സാധ്യമാകട്ടെ. നമസ്കാരം.